ഇന്നിവിടെ നവരാത്രിയിലെ കന്യാപൂജയാണ് കേട്ടോ. അപ്പോൾ കന്യാപൂജ ആയതുകൊണ്ട് ഇന്ന് ബ്രേക്ക്ഫാസ്റ്റ് താഴെയുള്ളൊരു ദീദി കൊണ്ടു തന്നു. അപ്പോൾ ഒരു പൂരിയും പിന്നെ കറുത്ത കടലയില്ലേ അത് വേവിച്ചതും പിന്നെ ഒരു പൊട്ടറ്റോ കറിയും പിന്നെ പായസമായിട്ടാണ് അവർ കൊണ്ടു തന്നത്. പിന്നെ നമ്മൾ ഉച്ചക്കേക്കുള്ള ഫുഡ് ഉണ്ടാക്കാനുള്ള പണിയിലാണ്. അപ്പോൾ ചോറ് വെച്ചു. പിന്നെ ഞാൻ മുട്ടക്കറിയാണ് ഉണ്ടാക്കുന്നത്. ഉരുളക്കിഴങ്ങൊക്കെ ഇട്ടിട്ട് വറുത്തരച്ചൊരു മുട്ടക്കറി. അപ്പോൾ ഇവിടെ കന്യാപൂജയ്ക്ക് നമുക്ക് 9 പെൺകുട്ടികളെയും അതുപോലെ തന്നെ അതിൻ്റെ കൂടെ ഒരു ആൺകുട്ടീനെ ഇരുത്തി അവരിങ്ങനെ പൂജ ചെയ്യും കേട്ടോ. അവർക്ക് പിന്നെ ഫുഡ് കൊടുക്കും, പിന്നെ എന്തെങ്കിലുമൊക്കെ ഗിഫ്റ്റ് കൊടുക്കും. അങ്ങനെയാണ് ഇവിടെ. അപ്പോൾ ഇവിടെ വന്നിട്ടുണ്ടായിരുന്നു ലുല്ലുവിനെ വിളിക്കാനായിട്ട്, കൂടെ ഒരു ആൺകുട്ടീനെ ഇരുത്താനായിട്ട്. അങ്ങനെ അവർ തലയിലൊക്കെ ഒരു റെഡ് കളറിലുള്ളൊരു പട്ട് പോലെ അതൊക്കെ കെട്ടിക്കൊടുത്ത് പിന്നെ കാലിൽ അൾത്തയൊക്കെ ഇട്ട് അങ്ങനെയാണ് പെൺകുട്ടികൾക്ക് അവർ പൂജ ചെയ്യുക. പിന്നെ അവർ ഫുഡ് ഉണ്ടാക്കിയിട്ടുണ്ടായിരിക്കും, ഇതുപോലെ തന്നെ പൂരിയും പായസമൊക്കെ. അങ്ങനെ അത് അവർക്ക് കൊടുക്കും. പിന്നെ എന്തെങ്കിലും റിട്ടേൺ ഗിഫ്റ്റും കുട്ടികൾക്ക് കൊടുക്കും. അവർക്ക് വല്ല ഹെയർ ബാൻഡോ ഹെയർ ക്ലിപ്പോ പിന്നെ ചോക്ലേറ്റ് അങ്ങനെയൊക്കെ അവർ കൊടുക്കും. നവരാത്രിക്ക് അവർ ഈ 9 ദിവസവും പൂജയും വ്രതമൊക്കെ ആയിരിക്കും. പിന്നെ ഈ കന്യാപൂജ ഞാൻ ഇവിടെ വന്നതിന് ശേഷം കേട്ടോ കണ്ടു തുടങ്ങിയത്. ചെറിയ കുട്ടികളെ അവരിങ്ങനെ പൂജ ചെയ്ത് പിന്നെ ഗിഫ്റ്റൊക്കെ കൊടുത്ത് അങ്ങനെ നമ്മൾ ഓരോ വീട്ടിലും പെൺകുട്ടികളുണ്ടെങ്കിൽ ഓരോ വീട്ടിലും അവർ വന്ന് ക്ഷണിക്കും. മിക്ക വീടുകളിലും ഉണ്ടായിരിക്കും കന്യാപൂജ അവർ ചെയ്യും. അങ്ങനെ എല്ലാ കുട്ടികളെയും പെൺകുട്ടികളെയും അവർ ക്ഷണിച്ച് 9 കുട്ടികളെ ക്ഷണിച്ച് അവർക്കുള്ള ഗിഫ്റ്റൊക്കെ കൊടുത്ത് പറഞ്ഞു.